تنادي يا عبادي غير أني في عنادي هائم في كل وادي، عن يميني عن شمالي طال يا دنيا انتظاري، كان ذنبي باختياري. تنادي يا عبادي غير أني في عنادي هائم في كل وادي، تنادي يا عبادي غير أني في عنادي هائم في كل وادي، عن يميني عن شمالي طال يا دنيا انتظاري، كان الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم انصرنا وانصر من نصر معاهدنا ومساجدنا هذا يا خير الناصرين، وافتح لنا ولهم يا خير الفاتحين، وارزقنا وإياهم يا خير الرازقين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل هذا الشهر شريفا العظيم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الديون والمظالم والنار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. സ്വാഗതം അതേപോലെ ആശംസ ഭാഷണം നടക്കുന്നതിനായിട്ട് ഞങ്ങൾ ഈ ബറുവ ബദരിയ ജുമാ മസീദി ബറുവ ഇതിലെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ സത്താബ് ഉസ്താദിനാണ് ക്ഷണിച്ചുകൊണ്ടുള്ളത്. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ
وعلى آله وصحبه أجمعين أما بعد اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നിങ്ങളെ ഒരുമിച്ച് കൂടിയത് ഈ നല്ല സന്ദർഭമായിട്ടിക്കട് ദുആക്ക് ഉത്തരവുള്ള ഇജാബത്തുള്ള സമയമായിട്ടിക്കട് അള്ളാഹു നിങ്ങളെ സർവ്വ ദുആക്ക് ഇജാബത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരുമിച്ച് കൂടിയത് കാരണം കൊണ്ടെങ്കിലും അള്ളാഹു നിങ്ങളുടെ പ്രയാസങ്ങൾ, വിഷമങ്ങളെ, ബുദ്ധിമുട്ടുകളെ, ശല്യങ്ങളെ, ഇടങ്ങേറുകളെ അള്ളാഹു ദൂരത്താക്കി ഖൈറിന്റെ എല്ലാ തെരു അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരട്ടെ. ഒരു സുദീർഘ പ്രഭാഷണത്തിൽ ഞാൻ ഉദ്ദേശിക്കില്ല. നമ്മുടെ ജമാഅത്തിലെ തൊട്ടടുത്തുള്ള ജമാഅത്ത്, ആ ജമാഅത്തിലെ പ്രവർത്തനം എൻഗേജ്മെന്റ് ഫ്രണ്ട്സ് അസോസിയേഷൻ ബെൽമ കല്ലുകൊണ്ട് അല്ലെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവർ. ഞങ്ങൾ ഒരുപാട് വർഷം ഞങ്ങൾ കേട്ടോണ്ട് കണ്ടുകൊണ്ട് ഉള്ള വലിയ വലിയ മഹാന്മാരെല്ലാം വലിയ ജാതിയും കൂടിയായിട്ടിക്കിട് അവർക്ക് വലിയ നമുക്ക് ഇതുപോലെ നല്ല പ്രവർത്തനം ചെയ്യുകയോ ಅದರ ಮೆಂಬರ್ಮಾರು ಅದರ ರಾಯತಂക്ക് നമുക്കെല്ലാം ഇനിയും ഇതിനേക്കാളും നല്ല പ്രവർത്തനം ഇനിയും ചെയ്യുക അല്ലാഹു നമുക്ക് തൗഫീഖ് കൊടുക്കട്ടെ. അതിലെ കമ്മിറ്റി, അതിലെ പ്രസിഡന്റ്, അതിലെ സെക്രട്ടറി, അതിലെ പ്രവർത്തകന്മാർക്കെല്ലാം ഇതുപോലെ ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനം ചെയ്യുക അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അതുപോലെ നമുക്കും ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ അള്ളാഹു നമുക്ക് തൗഫീഖ് തട്ട്. സാമൂഹികമായ പ്രവർത്തനമായിട്ടിക്കിട് ഇത്തരത്തിലുള്ള പ്രവർത്തനം ഞങ്ങളെ കൊണ്ട് സമൂഹത്തിന്, സമുദായത്തിന് ഞങ്ങളെ കൊണ്ട് ഗുണം കിട്ടണം. അതായിട്ടിക്ക് ഞങ്ങൾ ജീവിച്ചതിലെ ഒരു ഗുണം, ഞങ്ങൾ ജീവിച്ചേക്ക്, ഞങ്ങൾ ചെയ്യിച്ചേക്ക്, ഞങ്ങൾ ഈ ദുനിയാവിൽ തന്നേക്ക് അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ നമുക്ക് ദുനിയാവും ആഖിറത്തും അത് വലിയ ഫലായിട്ടിക്കട്. അള്ളാഹു നമുക്ക് അത്തരത്തിലുള്ള നല്ല കാര്യം ചെയ്യത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 25 പ്രവർത്തനം ഞാൻ കണ്ട് മുന്നാണ്ട് റംസാൻ കിറ്റ് വിതരണ നല്ല വിഷയം ഇവിടെ ഇന്നലെ ആക്കിടാറ് അല്ലേ, ഇന്നലെ ഇവിടെ ആക്കിടാറ്. ആ കൊടുത്തെനിക്ക് അതൊക്കെ പ്രവർത്തിച്ചെനിക്ക് അള്ളാഹു തക്ക പ്രതിഫലം കൊടുക്കട്ടെ. അങ്ങനെ സ്വന്തം ഔത്രി വിഷയത്തിലല്ല ഇതുപോലെ സമൂഹത്തിന്, സമുദായത്തിന് നിങ്ങളെ കൊണ്ട് ഗുണം കിട്ടുന്നു. അങ്ങനെ സ്വന്തം കാര്യം നടന്നിട്ട് സമൂഹത്തെ, സമുദായത്തെ കാര്യത്തിൽ അങ്ങ് ഇങ്ങാറ് ആ ബാലക്കാർക്ക് അത്തരത്തിലുള്ള നല്ല പ്രവർത്തകന്മാർക്ക് ഞങ്ങൾ ഏറ്റവും സപ്പോർട്ട് കൊടുക്കണം. നമുക്ക് ഞങ്ങൾ ദുആ കൊടുക്കണം. നമുക്ക് എല്ലാ നിലക്കുമുള്ള പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നു. അള്ളാഹു ഇനിയും ഞങ്ങളെ ഉന്നതിയിൽ നിന്ന് ഉന്നതയിലേക്ക് എത്തിക്കട്ടെ. അതുപോലെ പിന്നൊരു പ്രവർത്തനം കൂടി ബഡ വിദ്യാർത്ഥികളുടെ മദ്രസ കിതാബ് പുസ്തക വിതരണം മക്ക പഠിക്കുന്ന കിതാബ് ആ മക്ക 5 മക്ക എടുത്തിട്ട് വിസ്മി ഓടും തന്നെ അതിലെ ഫലം എനിക്ക് കിട്ടിയിട്ട് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ ആ മക്ക ശുദ്ധീകരിച്ച് തന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിലെ ഫലം എനിക്ക് കിട്ടിയിട്ട് പിന്നെ ഞങ്ങളെ മക്കൾക്ക് അതിലെ വലിയ ഗുണം അള്ളാഹു കൊടുക്കും. ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു നല്ലത് വരും. ഇർഹമു ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാഇ. ഈ ദുനിയാവില് ഞങ്ങൾ കാരുണ്യം ചെയ്യണം, എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണം. അത് ആകാശമുള്ള അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യുക. അവന്റെ റഹ്മത്തിലെ നിലക്കുള്ള റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടും. അത് എല്ലാ നിലക്കും അത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളും ചെയ്യൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ആ പ്രവർത്തിച്ചവർക്ക് അല്ലാഹു ജല്ല ജലാലു എല്ലാ നിലക്കുള്ള ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അതുപോലെ ഒരുപാട് 25ഓളം നല്ല കാര്യക്രമ ദക്ഷിണാണ്. ആ 25 കാര്യവും വളരെ നല്ല സ്വാഗതാർഹമായ കാര്യമായിട്ടിരിക്കുന്നത് മുത്തഅല്ലിമീങ്ങൾക്ക് പ്രോത്സാഹനമാണ്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു വലിയ മനസ്സിലൊരു വലിയ ആശയമുണ്ട്. ഞങ്ങൾക്കും കൂടി ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനം ചെയ്യാനല്ലേ. ഞങ്ങൾക്ക് അത്ര ചിന്തിച്ചെങ്കിൽ നമുക്ക് കൂടി കിട്ടും. ഒരാൾ നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളും കൂടി അത്തരത്തിലുള്ള നല്ല പ്രവർത്തനം ചെയ്യുമോ എന്ന നല്ല ഉദ്ദേശം നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ പടച്ച റബ്ബുടെ കൂലി ഞങ്ങൾക്ക് കിട്ടും. അതുപോലെ രോഗികൾക്ക് സാന്ത്വനം ചെയ്യുക, മെഡിക്കൽ ക്യാമ്പ്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ സംഘത്തിന് എല്ലാ നിലക്കുമുള്ള സ്വാഗതം ഞാൻ ചെയ്യുന്നു. അതിന്റെ ഭാരവാഹികൾ, അതിന്റെ പ്രസിഡന്റ്, അതിന്റെ പ്രസിഡന്റ് അതിന്റെ പ്രസിഡന്റ് സത്താർ, അദ്ദേഹത്തിന് നാം ഉണ്ടാക്കണം. ഈ നിങ്ങളുടെ ജമാഅത്തിലുള്ളതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുക. അള്ളാഹു എല്ലാം നല്ല ഹൈറ് പ്രവർത്തിക്കുക, അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അതുപോലെ ഇവരെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഫാറൂഖ് ഇസ്മായിൽ, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം, ഈ ജമാഅത്തിലുള്ളതായി അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുക. അള്ളാഹു അദ്ദേഹത്തിന് നല്ല പ്രവർത്തിക്കുള്ള നല്ല ശക്തി, നല്ല ഹിമ്മത്ത്, നല്ല കുവ്വത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ അവരെ കമ്മിറ്റിയിലെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കില് ഞാൻ പള്ളിന്റെ സെക്രട്ടറി ഡോട്ട ജുമാ മസ്ജിദ് കല്ലുകുണ്ട ജുമാ മസ്ജിദ്, കല്ലുകുണ്ട പള്ളിയുടെ സെക്രട്ടറി ഫാറൂഖ്, അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്ത് അള്ളാഹു ജല്ല ജലാലു അങ്ങനെ ആ പ്രവർത്തനം ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. നല്ല തങ്ങൾ അമീർ തങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നാളെ ദൂരത്തുണ്ട്, വീട്ടിലെത്തുണ്ട്. അപ്പൊ നിങ്ങളുടെ രാജ്യത്തിൽ ഒരു അഹ്ലുബൈത്ത്, ഒരു തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള്, ഒരു അമീർ തങ്ങൾ, അറിയപ്പെട്ട അമീർ തങ്ങൾ, അറിയപ്പെട്ട തങ്ങളായിട്ടിരിക്കുന്നത്. അത് ഒരു തങ്ങള്, ഒരു ശൈലി ഈ രാജ്യത്തിൽ വരുമ്പോ എന്റെ മനസ്സിലത് ഞാനിന്റെ വണ്ണം മേടിച്ചു. നമ്മുടെ തറാവേനിക്കാറുള്ള കുറെ ഇടയ്ക്കുള്ള വന്നതുകൊണ്ട് അങ്ങനെ വേഗവരവായിട്ടില്ല, പിന്നെയും വന്നില്ല. എന്നെങ്കിലും മനസ്സിൽ ഒരു അഹ്ലുബൈത്ത് റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഞങ്ങളയറ്റുകയോ അല്ലെങ്കിൽ ഞങ്ങളെ രാജ്യത്തിൽ ഞങ്ങളെ ജമാഅത്തിലെ പള്ളിയിൽ ഞങ്ങളെ ജമാഅത്തിലെ മുറ്റത്ത് വരുമ്പെത്തുകയോ നമ്മൾ ഇല്ലാണ്ടാകുമ്പോൾ അത് വലിയ ബേജാറ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ സനത്തും ബിഹിമാ കിതാബുല്ലാഹി വഇതറത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളെ കുടുംബത്തെ നിങ്ങൾക്ക് ഞാൻ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ അത് എന്നും സമ്മതിക്കാറില്ല. വന്നെങ്കിലേ അത് റാഹത്ത് എന്ന നിലക്കായിട്ട് നാം വന്നത് അൽഹംദുലില്ലാ. തങ്ങളെ വന്നിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിൽ റാഹത്തായിട്ട് ഈ തങ്ങളുടെ അഹ്ലുബൈത്തിലെ ബറക്കത്തുണ്ട്, തങ്ങന്മാരെ ബറക്കത്തുണ്ട്, ഹബീബായ നബി തങ്ങളെ ബറക്കത്തുണ്ട്. നിങ്ങളുടെ ഈ പള്ളിയിൽ വലിയ ബറക്കത്തുള്ള, വലിയ കറാമത്തുള്ള പള്ളിയായിട്ട് അത് അഹ്ലുബൈത്ത് വരുമ്പോൾ പിന്നെയും നമുക്ക് ശക്തിയുണ്ട്, അങ്ങനെ ബറക്കത്തുണ്ട്. ഞങ്ങളുടെ ഈ റായത്തില്, ഈ ജമാഅത്തില് തങ്ങന്മാരെ ബറക്കത്തുണ്ട്. അല്ലാഹു വലിയ ബറക്കത്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ. ഇത് സംഘടിപ്പിച്ചെനിക്കും
ഞങ്ങളുടെ എംബുലൻസ് സംഘത്തിലും മഹാന്മാരായ തങ്ങന്മാരെ ബർക്കത്തുകൊണ്ട് അതിക്ക് വലിയ ശക്തിയും കൊല്ലത്തും അള്ളാഹു പ്രദാനം ചെയ്തിട്ട് മഹാനായ തങ്ങൾക്ക് ഹമീർ തങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒന്നാന്തരബായി ഞാൻ സ്വാഗതം ചെയ്ത് അള്ളാഹു ജല്ല ജലാലു അമീർ തങ്ങൾക്ക് ദീർഘായുസ് കൊണ്ട് ആഫിയത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും അള്ളാഹു ആക്കിത്തട്ടെ. ഈ സന്ദർഭം ഈ സമയം വലിയ ഇജാബത്ത് ദുആക്ക് ഉത്തരവുള്ള സമയം തങ്ങളും ഇൻഷാല്ലാ ഞങ്ങൾക്ക് ദ്വാരക്കും. അതുപോലെ ഞങ്ങളുടെ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ്, അതുപോലെ നിങ്ങളുടെ ദോട്ട ജമാഅത്തുകളുടെ ഉസ്താദ്, അതുപോലെ ഈ എംബുലൻസിലെ സെക്രട്ടറി, അതുപോലെ അവിടുത്തെ പള്ളിയുടെ സെക്രട്ടറി, എനിക്കെല്ലാവർക്കും ഞാനൊരു ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തിട്ട് നിന്റെ ചെറിയ പഴക്കം നന്ദിപ്പെട്ട വാഖറ ദൗലാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഈ ഒരു പരിപാടിയെ ഉദ്ഘാടനം ചെയ്ത് ആശംസ ഭാഷണം നടത്താൻ വേണ്ടി അപ്പോൾ ഇൻഷാ അല്ലാഹ് തങ്ങള് ആ ഒരു ഫിൽറ്ററിന്റെ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നേരെ അതിലേക്ക് കിടക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരെ എല്ലാ ആൾമാർ ആ ഒരു ഉദ്ഘാടനം നടക്കരെ ആ ഒരു ജാഗിയിൽ പോയിട്ട് എല്ലാവരും സഹകരിക്കുക ഇൻഷാ അല്ലാഹ്. അതൊക്കെ നേതൃത്വം ഞങ്ങളെ ബഹുമാനപ്പെട്ട അമീർ തങ്ങളെ നേതൃത്വം കൊടുക്കരുത്. അള്ളാഹു എല്ലാ കാര്യങ്ങളും അള്ളാഹു റാഹത്തിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അവിടെ നിന്ന് നമുക്ക് ദുആർന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാം. اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه سيدنا ومولانا محمد الرحمن الرحيم وعلى اله سيدنا وسمدا تبارك ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ ലക്ഷ്യവും ലക്ഷ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപോകും ഇവിടെ ഓതിയതായ ഫാത്തിഹയും മഹബദത്തെയും ഇവിടെ തോന്നിയ നിന്റെ മദീനയിൽ അന്ത്യവിഷവും കൊള്ളുന്ന തങ്ങൾക്കുള്ള ഹദറത്തിലേക്ക് കൊടുക്കണേ തമ്പുരാനെ. പഠിച്ചവനതിന്റെ കൂടി സഭാപന ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഈ പള്ളിയുടെ പരിസരത്ത് കിടക്കുന്ന എല്ലാ കബറായികളുടെ ഹദറത്തിലേക്ക് കൊടുക്കണേ തമ്പുരാനെ. പഠിച്ചവനെ അതിന്റെയും കൂടി സഭാപനങ്ങൾക്കുള്ള മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങൾക്കുള്ള മാതാപിതാക്കൾ, ഞങ്ങൾക്കുള്ള ഉസ്താദന്മാർ, സഹോദര സഹോദരിമാർ, നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങളെ സഹായിച്ചവർക്കുള്ള കബറത്തിലേക്ക് കൊടുക്കണേ തമ്പുരാനെ. അവർക്കുള്ള കബറിൽ വിശാലമാക്കണേ തമ്പുരാനെ, സ്വർഗ്ഗത്തോപ്പാക്കണേ തമ്പുരാനെ. പഠിച്ചവൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ ഹൈറിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ തമ്പുരാനെ. പഠിച്ചവനെ ഈ വള്ളത്തിന്റെ ഇതൊക്കെ വേണമെങ്കിൽ ഈ എൻഎംഎസിന്റെ ഈ കമ്മിറ്റിക്ക് വേണമെങ്കിൽ ആരെല്ലാം ഇതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്ക് തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ തമ്പുരാനെ. ഇതിലേക്ക് വേണ്ടി സഹായ സഹകരണം
ചെയ്തവർക്കുള്ള എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണ തമ്പുരാനെ. അവർക്കുള്ള എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണ തമ്പുരാനെ. എന്ത് രോഗമുണ്ടെങ്കിലും പടച്ചറപ്പേ നിന്റെ പ്രദർശനതാക്കളുടെ കൊണ്ട് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പലവിധ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന പലരും ഹോസ്പിറ്റലിൽ കഴിയുന്നവരുടെ റഹ്മാനെ പടച്ചോനെ പെട്ടെന്ന് നീ ശിഫ നൽകണേ തമ്പുരാനെ. എല്ലാ വ്യാധികളിൽ നിന്നും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ല. പടച്ചോനെ എല്ലാ വൈറസുകളിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്ത് നൽകണേ തമ്പുരാനെ. പടച്ചോനെ അവർ ചെയ്യുന്ന ജോലിയിലേക്ക് നീ ബറക്കത്ത് തമ്പുരാനെ. അവർ ചെയ്യുന്ന എല്ലാ ബിസിനസ് ഏർപ്പാടുകളിലും ഹൈറും ബറക്കത്തും നിഅമത്തും നീട്ടി കൊടുക്കണേ തമ്പുരാനെ. ഇതിലേക്ക് വേണ്ടിയിട്ട് സഹകരിച്ച എല്ലാവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. അവർക്കുള്ള ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അവർ ചെയ്യുന്ന എല്ലാ ബിസിനസ് ഏർപ്പാടുകളിലും ഹൈറും ബറക്കത്തും നിഅമത്തും നീട്ടി കൊടുക്കണേ തമ്പുരാനെ. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് സഹായിക്കാനും സഹകരിക്കാനും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ ഇതിലേക്ക് വേണ്ടിയിട്ട് ആരെല്ലാം സഹായ സഹകരണം ചെയ്തിട്ടുണ്ടോ അവർക്കുള്ള എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ തമ്പുരാനെ. പടച്ചവനെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് മുംബൈയിൽ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. ആ മദീനയിൽ പോയി സലാം അലൈഹിയ സയ്യിദി യാ റസൂലല്ലാഹി എന്ന സലാത്തും സലാമും ചെല്ലാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അവസാന മരണം കാമിലായ സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണേ അല്ലാഹ്. ഇവിടുത്തെ പള്ളിയിലെ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർ ചെയ്യുന്ന ജോലികൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ എംഎംഎസിന്റെ എല്ലാ പ്രവർത്തകന്മാരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്കുള്ള എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. അവർക്കുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള തൗഫീഖ് നീ നൽകണേ തമ്പുരാനെ. അതിന്റെ എല്ലാ മാർഗങ്ങളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. പടച്ചവനെ പല നാടുകളിലും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് റബ്ബേ. പടച്ചവനെ അവർ നല്ലവരാണെന്ന് അവർക്ക് നീ ഹിദായത്ത് നൽകണേ തമ്പുരാനെ. അതല്ലെങ്കിൽ അവർ നശിപ്പിക്കണേ തമ്പുരാനെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. ಇದರ ಬೆಳ್ಳಿ ಹಬ್ಬದ ಕೊಡುಗೆಯಾಗಿ ನಮಗೆ ತಂದುಕೊಟ್ಟಂತಹ ಬದರಿಯಾ ಜುಮಾ ಮಸ್ಜಿದ್ ಹಾಗೂ ಮಿಸ್ಬಾಹುಲ್ ಮದ್ರಸೆಗೆ ತಂದುಕೊಟ್ಟಂತಹ ಈ ಒಂದು ಶುದ್ಧ ಕುಡಿಯುವ ನೀರಿನ ಫಿಲ್ಟರ್ ಅನ್ನು ತಂದುಕೊಟ್ಟಂತಹ ತಮಗೆ ಸ್ವಾಗತ ಹೇಳುತ್ತಾ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟನೆ ಮಾಡಿದಂತಹ ನಮಗೆಲ್ಲರಿಗೂ ಚಿರಪರಿಚಿತರಾದಂತಹ ಬಹು ಸೈಯದ್ ಅಮೀರ್ ತಂಗಳವರಿಗೆ ಆಫೀಸ್ ಹಾಗೂ ದೀರ್ಘಾಯುಷ್ಯ ನೀಡಲಿ ಎಂದು ಪ್ರಾರ್ಥಿಸುತ್ತಾ ಅವರಿಗೆ ಹೃತ್ಪೂರ್ವಕವಾಗಿ ಸ್ವಾಗತವನ್ನು ಕೋರ್ತಾ ಇದ್ದೇನೆ. നിങ്ങളെ അങ്ങനെല്ലാം ഒന്ന് ആലോചന ആക്കണം. ആ പേരിനോട് എന്ത് ഫ്രണ്ട്സ് ഉണ്ടുള്ളപ്പോ അതിലെല്ലാം യുവാക്കളുള്ള ആൾമാരെ എല്ലാം വല്ല എത്രയോ 25 വർഷം ചൊല്ലുമ്പോ അതൊക്കെ മുന്നറിയുന്ന ചെറിയ ബാലക്കാർ ആ തുടങ്ങാൻ വയ്ക്കുന്ന ടൈമിലായിട്ടിരിക്കുന്ന ബാലക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ 30, 40, 50, 60 അടക്കമുള്ള എത്രയോ വയസ്സുള്ള ആത്മാരായിട്ട് അതിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടുള്ള അള്ളാഹു ഞങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. വലിയൊരു സന്തോഷം എന്താ சொன்னீங்க. അങ്ങനെ ബെല്ലി ഹബ്ബ ചൊല്ലത് 25 വർഷം ആവോട് പോയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ 25 വർഷ ആ ബെല്ലി ഹബ്ബ ആക്കർ മുതലും 25 പദ്ധതി അങ്ങ് വെച്ചതാണ്. അൽഹംദുലില്ലാഹ്. അതില് ഒരുപാട് പദ്ധതി ഞാൻ ആക്കിയോണ്ട് വന്നുകൊള്ളാറ്. ഇനിയും ഒരുപാട് പദ്ധതി അതിൽ ആവുകൊണ്ടു. ആ ഇങ്ങനെ പേരൊന്നും ഇങ്ങനെ ഓടുമ്പോ ആ നോട്ടീസ് ഒന്നിങ്ങനെ ഓടുമ്പോ വലിയൊരു മനസ്സിന് റാഹത്തായിട്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാന്ത്വനമായ ഒരുപാട് ആ കണ്ണ് തന്നൊരു വരസ്ത്ര പോലത്തെയുള്ള പ്രവർത്തനമായിട്ട് ആ ലിസ്റ്റിലൂടെ അങ്ങ് എഴുതിയ ഓരോ തീരുമാനങ്ങൾ. അപ്പൊ അൽഹംദുലില്ലാഹ് നമുക്ക് പ്രത്യേകിച്ച് ചൊല്ലുന്നില്ല ഈ ഒരു സമയത്തിലുള്ള ദുആക്ക് ഇജാബത്തുള്ള ഒരു ടൈമായിട്ടിരിക്കരുത്. അൽഹംദുലില്ലാഹ് നിങ്ങളെ ഈ ബദരിയ ജുമാ മസീദ് ബറുവ ചൊല്ല ഈ ഒരു മഹല്ലികങ്ങ വെറുതെ കാലിക്കൈയിൽ വന്നിട്ടുള്ള അൽഹംദുലില്ലാഹ് ഈ നോമ്പ് തുറപ്പിക്കലും അതേപോലെ മനുഷ്യന്
ഏറ്റവും വലിയ ഉപകാരമുള്ള ഒരു ഐറ്റം ആയിട്ടിരിക്കുന്നത്. ഞങ്ങളെ പ്രിയപ്പെട്ട മദ്രസത്തെ വിദ്യാർത്ഥിനികളും ഒരു ടൈമില് ക്ലാസ് ഇങ്ങനെ എടുത്തിട്ടെല്ലാകുമ്പോ ചിലപ്പോ ഫ്രീ ടൈമിൽ ഉസ്താദുമാരുടെ മക്കൾ ഇങ്ങനെ കേൾക്കൊണ്ട് കൊണ്ടാറ് ഉസ്താദത്തിൽ തണ്ണി കുറിച്ച് പറട്ടാണ്ട് ആ തണ്ണി കുടിക്കുന്ന സന്ദർഭത്തില് മക്കൾ ഇങ്ങനെയുള്ള നല്ല ഫിൽട്ടർ ആയിട്ട് പ്യൂരിഫൈ ആയിട്ട് കിട്ടുന്ന തണ്ണി ആ മക്കൾ കുടിക്കുന്നത് വലിയ റാഹത്തായിട്ടിരിക്കരുത്. അൽഹംദുലില്ലാ ആ മക്കളെ ദുആക്ക് നിങ്ങൾക്ക് വേണ്ട പ്രിയമുള്ള എന്റെ ഫേസർ യുവാക്കളൊട്ടിക അത് പ്രവർത്തകന്മാരൊട്ടിക നിങ്ങൾക്ക് ചൊല്ലുകില്ലേ ആ മക്ക ദുആർക്കൊന്നുമില്ല ആ തണ്ണി കുടിച്ചിട്ട് മക്കൾ ആ ഒരു റാഹത്തുണ്ടല്ലേ സന്തോഷമുണ്ടല്ലേ അത് തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ പ്രതിഫല കിറ്റ് തന്നെയായിട്ട് അള്ളാഹു നിങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിദ്യാർത്ഥിന ഈ മദ്രസത്തിൽ ഒരു അലിഫ് പഠിച്ചിട്ട് ആ മക്കൾക്ക് റാഹത്താവുന്നുണ്ടായെങ്കിൽ ഈ തന്ന ആൽമാർ ആറുകാവാ ഇത് ആറ് നമുക്ക് തങ്ങളുടെ മാഷാള്ള നല്ലൊരു ഫിൽറ്ററിന്റെ ചൊന്നെങ്കിൽ മയ്യാവും അതായിട്ട് ഏറ്റവും വലിയ ഹൈറായ പ്രവർത്തനം നിങ്ങൾ ആക്കിയതല്ലേ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെയും അള്ളാഹു നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. 25 പദ്ധതിയിലുള്ള ഓരോ പദ്ധതികളും നല്ല റാഹത്തോടെ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു പ്രയാസം ഇല്ലാണ്ട് കഷ്ടമില്ലാണ്ട് നല്ല രീതിയിൽ അത് ആക്കുകൊണ്ടൊരു തൗഫീഖ് അള്ളാഹു നിങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായിട്ട് ഞാൻ ചൊല്ലുക പോകണില്ല. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി ഒരേ ഒരു വിഷയമായിട്ട് ഞാൻ എന്റെ ഫിൽസറൊട്ടിക്ക് എനിക്ക് ചൊല്ലുന്നില്ലേ. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നേ മദീന പള്ളിയിൽ വെച്ചിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്തുകളൊട്ടിയും മദീനത്തിലുള്ള എല്ലാ ആൽമാരൊട്ടിയും അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചൊല്ലുന്ന സ്വഹാബ ഇതാ 100 മാസത്തിന് 100 തിങ്കൾ നിങ്ങൾ ഈ മദീനത്തുള്ളിൽ വിവാദത്തെടുക്കാനായിട്ട് ഏറെ നക്ക് സന്തോഷമില്ലേ. ഒരാളെ നമ്പലത്തിന് ഒരാളെ പ്രയാസത്തിന് ഒരാളെ കണ്ടെത്തിന് ഒരാളെ ബുദ്ധിമുട്ടൊരു കൂട്ടുനിറ്റ് കൊടുക്കുന്നതായിട്ടിക്കര് ഒരാളെ കണ്ണീർ തന്നെ ഒരസതായിട്ടിക്കര് ഏറ്റവും ഹൈറുണ്ട് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടുമ്പോ എന്റെ മുറ്റു മുഅ്മിനീങ്ങള് ഈ പള്ളിയിലല്ല അല്ലെങ്കിൽ രാത്രി കഷ്ടമന്ദത്തിൽ നിസ്കരിച്ച നിസ്കാരമല്ല ഇത് തങ്ങൾ ചൊല്ലി മദീന പള്ളിയിൽ 100 തിങ്കള് ഇബാദത്തെടുത്ത് കാണും ഹൈറുണ്ട് നബി തങ്ങൾ ചൊല്ലുന്നത്. ഒരാളെ കഷ്ടത്തിന് നിങ്ങൾ നിരയാവണം, ഒരാളെ സുഖത്തിന് നിങ്ങൾ പിന്തുണയാവണം, ഒരാളെ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ അത് ആശ്രയാവണം, ഒരാളെ ഒരു യതീമായ ഒരു പെൺകുട്ടികൾ ഒരു കല്യാണത്തിന് നിങ്ങൾ സഹായിക്കൊരു അതിന്റെ ബാക്കിൽ നിങ്ങൾ നിൽക്കൊരു ഒരാളെ പ്രയാസത്തിൽ ഒരാളെ ദുഃഖത്തിന് പിറവിൽ നിങ്ങൾ ബാക്ക് ബോൺ ആയിട്ട് നിങ്ങൾ നിൽക്കാറാ 100 തിങ്കള് മദീന പള്ളിയിൽ ഇബാദത്തെടുക്കുന്നതിനേക്കാളും ഹൈറായിട്ടിക്കുന്നുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടുമ്പോ ഇത് കേവലം എൻഗുഫ്രീസ് കണ്ണകുട്ട ഞാൻ ചൊന്നിട്ടില്ല. ഇത് ബർവത്തിലുള്ള എല്ലാ എൻഗുഫ്രീസറാൽമാർ നിങ്ങൾ അൽഹംദുലില്ലാ ഈ ബർവ ജമാഅത്തില് ഖിദ്മ ഫൗണ്ടേഷൻ ചൊല്ല ഒരു ഫൗണ്ടേഷൻ ഒരു യുവാക്കളെ ഒരു വീണ്ടുണ്ട് അൽഹംദുലില്ലാ SKSF ആൾക്കാരുള്ളാറ്. അപ്പൊ അങ്ങനെ എല്ലാ ആൾമാരാണ് ഒരുപാട് നിറഞ്ഞ പ്രവർത്തനം നിങ്ങൾ എടുത്തു വന്നിട്ടുള്ളാറ്. അതില് എൻഗുഫ്രീസ് അസോസിയേഷൻ കള്ളകുബർ ആൾമാർ അതേപോലെ ഒരുപാട് ആൾമാർ ഇതിന് പിന്തുണയായിട്ട് നിന്റാറ്. അള്ളാഹു അവർക്കൊക്കെ ഈ അർഹമായ പ്രതിഫലം അള്ളാഹുവിന്റെ അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ എല്ലാ പ്രതിഫലം ആ എൻഗുഫ്രീസിലുള്ള ഒരുപാട് ആൾമാരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആൾമാരുള്ളവർ അതിൽ മെമ്പർ ആവട്ടെ സെക്രട്ടറി ആവട്ടെ അധ്യക്ഷരാവട്ടെ ചൊന്ന ആൾമാർ കുടുംബത്തിൽ മരിച്ചുപോയ ആൾമാരുള്ളവർ അള്ളാഹു അവർക്കൊക്കെ ഇതിന്റെ എല്ലാ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിൽ സന്തോഷിക്കുന്ന അവസ്ഥ അള്ളാഹു കാണിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഖബറുടെ സ്വർഗത്തോപ്പാക്കുമാറാകട്ടെ. ഇതിൽ പ്രവർത്തിക്കുന്ന ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടിട്ട് ഇനിയുള്ള ഒരുപാട് പദ്ധതികളായിട്ട് അങ്ങ് ആക്കിയത് കൊണ്ടുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് പാവപ്പെട്ട പെണ്ണുകുട്ടികൾക്ക് എത്രയോ നല്ല പദ്ധതിയായിട്ട് അൽഹംദുലില്ലാഹ്. അതൊന്നും ചെറിയ പൈസത്തിൽ നടക്കുന്ന വിഷയമല്ല. എന്റെ മുത്തുമുഖിനിങ്ങള് ചെറിയ പൈസത്തിലൊന്നും നടക്കുക പോകേണ്ട പദ്ധതിയല്ല. അങ്ങ് 25 പദ്ധതി ഇട്ടേ അത് ഒരുപാട് ഖർച്ചുള്ള ഒരുപാട് പൈസ ആവശ്യമുള്ള ഒരു സംഗതി കൂടിയായിട്ട് അൽഹംദുലില്ലാഹ്. ഏതായാലും അള്ളാന്റെ വജഹ് കരുതിയിട്ടായിട്ട് അങ്ങ് മുന്നിൽ വന്നില് അങ്ങ് ആ ഒരു ഫീൽഡിൽ ഇങ്ങനെ അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ ആരെല്ലാം അടിയൊരിച്ചിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച ആൾമാർക്ക് ഈ നോമ്പ് തുറപ്പിച്ചതിന്റെ കാരണമായി ഈ നോമ്പ് പിടിച്ച നിങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര മാത്രം ചൊന്നിട്ടും എല്ലാവിധ നന്ദി ആ ആൾമാർക്ക് എൻഗുഫ്രീസ് അസോസിയേഷൻ ആ കള്ളക്കൂട്ടർ ആൾമാർക്ക് ഞാൻ ആശംസയും നന്ദിയും ചൊന്നിട്ടും ഇൻഷാ അല്ലാഹ് ഒരു 2 പലക ആശംസ ഭാഷണങ്ങളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട
കുട്ടി ഉസ്താദ്, ഇമാം ഉസ്താദ് രണ്ട് പലക്കാറും ഞാൻ കേൾക്കുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ ഖത്തീബ് ഉസ്താദ് അവர்கள், അതുപോലെ തന്നെ ഇബ്രാഹിം ഉസ്താദ്, ഇവിടുത്തെ പള്ളിയുടെ അധ്യക്ഷൻ വഖാഫി ഉസ്താദ് അവர்கள், കമ്മിറ്റി ഭാരവാഹികൾ, ഇൻഫ്ലുവൻസ് അസോസിയേഷനിലെ കൂട്ടുകാർ, കുട്ടികൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പെരിയൽ അല്ലാഹു സ്വാലിഹായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സുദീർഘമായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിനുള്ള സമയവുമല്ല ഇൻഷാ അല്ലാഹ്. ഏതായാലും എല്ലാവരും തേങ്ങ കൊടുക്കുമ്പോൾ ഒരു ചർക്കയിൽ കൊടുക്കണം എന്നൊരു വിഷയമുണ്ടല്ലോ. അങ്ങനെ മാത്രം പറഞ്ഞിരുന്ന രണ്ട് ആശംസകൾ അറിയിച്ച് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഇൻഫ്ലുവൻസ് അസോസിയേഷനെ കുറിച്ചിട്ട് സുദീർഘമായൊന്നും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ചുറ്റുപാടത്തുള്ള ഇന്ന് കാണും നിങ്ങൾ അറിഞ്ഞിരിക്കവേ അതിന്റെ 25ാമത്തെ വാർഷിക പരിപാടിയാണ് 1-2 വർഷങ്ങൾക്ക് ശേഷം നാം കള്ളുകുടിയിൽ വെച്ച് കൊണ്ടാടാൻ പോകുന്നത്. അല്ലാഹു നല്ല നിലക്ക് പൂർത്തീകരിക്കാൻ സംഘാടകർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകാൻ വയ്ക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമാകപ്പെട്ട റമദാനിന്റെ നോമ്പ് തുറയുടെ അവസരത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, 10-29 പദ്ധതികൾ ഉണ്ടെങ്കിലും 1-2 പദ്ധതികളിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അത് നമ്മുടെ സംഘാടകർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതിൽ ഒരു പദ്ധതിയാണ് നമ്മുടെ ആനന്ദവശത്തുള്ള മദ്രസയുടെ മുമ്പിലുള്ള കുടിവെള്ളത്തിനുള്ള ഫിൽറ്റർ. അതൊരു 2 മദ്രസക്ക് അവർ വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ പിന്നൊരു പദ്ധതിയാണ് സാമൂഹിക നോമ്പ് തുറ, ഇഫ്താർ കൂട്ടും. അതും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സർവ്വ പള്ളിയിൽ വെച്ചും നമ്മുടെ ജമാഅത്തായ ബെൽമോട്ടയിൽ വെച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അത് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളോടും നാട്ടുകാരോടും എനിക്ക് വളരെ സന്തോഷത്തോട്, വളരെ വിനയത്തോട് എനിക്ക് പറയാനുള്ളത്, പദ്ധതി നടക്കുമ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്കറിയാമല്ലോ. ഒരുപാട് പാവപ്പെട്ടവരെ കണ്ണീരൊപ്പുന്ന ഒരു പ്രവർത്തനമാണ് ഇൻഫ്ലുവൻസ് അസോസിയേഷൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും ചെയ്യാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട ധർമ്മ ജമാഅത്തിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ പരിപൂർണമായ പിന്തുണ, സഹകരണം, അത് വാക്കാവട്ടെ, പ്രവൃത്തിയാവട്ടെ, മറ്റുള്ള നിലക്ക് പണം ഉണ്ടാവട്ടെ, ദുആവുണ്ടാവട്ടെ, നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്രയോ പാവപ്പെട്ട ആളുകളെ അവരുടെ കല്യാണത്തിനും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വിട്ടുകൊടുത്തും നമ്മുടെ നാടുകളിൽ നമുക്കറിയാം. ഇന്നലെ നമ്മുടെ സർവ്വജമാഅത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ദോട്ട മുഴുവൻ വീടുകളിലേക്കും നോമ്പ് തുറയുടെ പലഹാരവുമായി വിഭവമായി അവർ കൊടുത്ത് സഹകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയും പറയാൻ വേണ്ടി മാത്രമല്ല, അല്ലാഹുവിന്റെ അടുക്കൽ അതൊരു നല്ല സ്വീകാര്യമായി കബൂലിയത്തുള്ളതാവണം. അല്ലാഹു ആ കൂട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു എടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമാകപ്പെട്ട റമളാനാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 10 അല്ല, 2ാമത്തെ 10 അല്ല, 3ാമത്തെ 10ആണ്. ഈ 2 10 കഴിഞ്ഞും അവസാനത്തെ വളരെ പൗരുഷമുള്ള പൊന്നാര ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നല്ല നരകമോചനത്തിന്റെ 10ലാണ്. സ്വർഗത്തിൽ അല്ലാഹുവിനോട് ധാരാളം ചോദിച്ചുകൊണ്ട്, നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കേണ്ട ഒരു 10ൽ
അൽഹംദുലില്ലാ നല്ല നല്ല പ്രവർത്തനവുമായി നമ്മുടെ യുവാക്കൾ മുന്നോട്ട് വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ വളരെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി വരുന്ന ദിവസങ്ങളിൽ സംഘാടകരെല്ലാം നിങ്ങളോട് കാര്യങ്ങൾ ഉണർത്തുമ്പോൾ നല്ല നിലക്ക് നിങ്ങളൊരു സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രത്യേകം അവിടുത്തെ ഒരു നാമെന്ന നിലക്ക് നിങ്ങളോട് വളരെ വിനയത്തോടുകൂടി അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മളിവിടെ വന്നപ്പോൾ നല്ല നിലക്ക് സ്വീകരിച്ച നമ്മുടെ പള്ളിയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഉസ്താദ് അവർകൾ, മറ്റു ഭാരവാഹികൾ നല്ല നിലക്ക് വളരെ വിനയത്തോട് ഉസ്താദന്മാരാണെങ്കിലും റൂമിലിരുത്തിട്ട് നല്ല പെരുമാറ്റത്തോടു കൂടിയാണ് സംസാരിച്ചത്. അള്ളാഹു എല്ലാം ഈ ഒരു ബന്ധം അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് സമയം അടുത്തുള്ളത് കൊണ്ട് കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെയും വിഭവങ്ങളൊക്കെയും ഒരുക്കിയത് ഈ സംഘാടകരാണ്. അതിന്റെ സഹായം നിങ്ങളുടെയും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരുടെ സഹായം ഇനിയും ആവശ്യമാണെന്ന് വളരെ പിന്നെയും നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിട പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സംസാരത്തിന് വേണ്ടി വേദി ഒരുക്കി തന്ന നമ്മുടെ ഈ ജമാഅത്തിലെ കമ്മിറ്റി ഭാരവാഹികൾക്ക് എല്ലാവരും നന്ദി ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മളോടൊപ്പം തന്നെ നമ്മളെ വളരെ വിനയത്തോടുകൂടി വാക്കിലും പ്രവൃത്തിയിലും സംസാരിച്ച ഇവിടെ ഉസ്താദന്മാർ അവർക്കും നന്ദി ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആൽമാർക്ക് നന്ദി ചൊല്ലുന്നതിനായിട്ട് നാളെ പ്രിയപ്പെട്ട മുഅ്മിൻ ഉസ്താദ് ഇബ്രാഹിം ഉസ്താദ് എല്ലാവർക്കും നന്ദി ചൊല്ലുന്നതിനായിട്ട് ഒരേ വാക്കിൽ നന്ദി ചൊല്ലിട്ട് ഇൻഷാ അല്ലാഹ് നാളെ ഈ പ്രോഗ്രാമാണ് അങ്ങ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ വേദിക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള നമ്മുടെ പള്ളിയുടെ അധ്യക്ഷൻ സഖാഫി ഉസ്താദ്, അതുപോലെ സ്ഥലം ഖതീബ് കൗൺസിൽ ഉസ്താദ്, അതുപോലെ കള്ളകുട ഇമാമ് സയ്യിദ് ഉസ്താദ്, അതുപോലെ നമ്മുടെ യങ് ഫ്രണ്ട്സ് അസോസിയേഷന്റെ ബഹുമാനപ്പെട്ട കർദിനായ കാര്യദർശി ഇസ്മാലാക്ക്, അതുപോലെ ഇവിടെയുള്ള എല്ലാ ഭാരവാഹികൾക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിന് മൂന്ന് സലാത്തോട് അവസാനിക്കുന്നു. ബിഹോലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. എന്റെ ഈ പരിസരത്ത് തോർപ്പാട്ട് എന്റെ അസോസിയേഷൻ നമുക്ക് അല്ലാഹു എല്ലാ നിലക്കും ഹൈറും വറക്കത്തും കൊടുക്കട്ടെ. അതുപോലെ ഞങ്ങളെ നോമ്പ് വന്നു മുതൽ ഇവിടെ നോമ്പ് തർപ്പിച്ച് എല്ലാ നാളും ഒരു നാളിൽ ഇടപെടാതെ നോമ്പ് തർപ്പിച്ചെന്നുള്ളവർ എനിക്കും അല്ലാഹു എല്ലാ നിലക്കും ഹൈറും വറക്കത്തും ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സദക്ക അല്ലാഹു ഖബൂലാക്കട്ടെ. ആ സദക്കയുടെ ഫലമായി അല്ലാഹു മരിച്ചുപോയവരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബറെല്ലാം അവരുടെ കുടുംബങ്ങളിൽ നിന്ന് നന്ദി നിറഞ്ഞവരുടെ ഖബറ് അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്നവരുടെ ഖബറ് അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഈ നല്ല സമയത്തിന്റെ തർക്കത്തുകൊണ്ട് ഈ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കട്ടെ. സർവ മുഅ്മിനീങ്ങളുടെ ഖബറ് അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.